ഹായ് ഫ്രണ്ട്സ്, മിന്നുവിലേക്ക് സ്വാഗതം. നമ്മുടെ ഒരു പുതിയ സെയിൽ വീഡിയോ ആണ്. അതിനോടൊപ്പം തന്നെ ഒരു ഗിവ് അവേയും കൂടാണ് കേട്ടോ. അതൊരു ഗിവ് അവേ ആണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴേ ഇത് നമ്മൾ സെയിലിനിട്ടിരിക്കുന്ന ചെടിയല്ല, ഗോൾഡൻ ഡാലിയ ചെടിയാണെന്നറിയാമല്ലോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ നിന്നും ചെടി വാങ്ങി, ഇതിന് മുൻപ് വാങ്ങി ആ കൃഷി നട്ട് അത് ഫ്ലവർ വന്നപ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചു തന്നതാണ്. നല്ല ഭംഗിയിൽ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത് കണ്ടല്ലോ. ഗോൾഡൻ ഡാലിയ ചെടിക്ക് എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. പിന്നെ ഈ ചെടിക്കൊരു പ്രത്യേകത ഉണ്ടെന്നറിയാമല്ലോ, പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടായി വരുന്ന ഒരു തരം ചെടിയാണ് നമ്മുടെ ഈ ഗോൾഡൻ ഡാലിയ ചെടി. അപ്പോൾ ഈ ഒരു ചെടി ഉള്ളവർക്ക് ഒരുപാട് തൈകൾ മാറ്റി നട്ട് പുതിയ പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോഴേ എനിക്ക് ഈ ഫോട്ടോ അയച്ചു തന്ന ആ ഒരു വ്യക്തിക്ക് എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. കാരണം ഇങ്ങനെയൊന്നും മനസ്സ് തോന്നിയല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് ചെടി വാങ്ങി അത് ഫ്ലവർ ആയപ്പോൾ എനിക്ക് അയച്ചു തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ആദ്യത്തെ ചെടി ഇതാണ്, മണിമുല്ലയാണ്. നല്ല ഭംഗിയിൽ പൂക്കൾ വിരിയുന്ന, ഒരുപാട് പൂക്കൾ വിരിയുന്ന, എല്ലാവർക്കും അറിയാവുന്ന ചെടി തന്നെയാണെന്ന് എനിക്കും അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. ഇതിൻ്റെ റൂട്ടഡായ ചെടിയാണ് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 45 രൂപയാണ് ഒരു തൈക്ക് വരുന്നത്. അപ്പോൾ പടർത്തി വിട്ട് വളർത്താൻ സാധിക്കുമെങ്കിൽ നല്ലൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഗിവ് അവേയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ആ ഗിവ് അവേയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതും എല്ലാവരും ശ്രദ്ധയോടെ ഒന്ന് കേട്ട് പോവുക. എന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി. എന്താണ് കമൻറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു നോക്കുക. അടുത്തത് ഈ അഗ്ലോണിമയാണ്, ഗ്രീൻ ലെഗസി. അപ്പോൾ ഇത്രയും വലിപ്പമുള്ള ചെടിയാണ് നമ്മൾ തരുന്നത്. ഒരു ചെടിയുടെ റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ്. നല്ല വലിപ്പമുള്ള ചെടിയാണെന്നറിയാമല്ലോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കണ്ടോളൂ, കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. നല്ല ഭംഗിയല്ലേ ഈ ചെടി കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. അടുത്ത നമ്മുടെ ഈ ഒരു ബിഗോണിയ ചെടിയാണ്. നല്ല ഭംഗിയുള്ള ലീഫാണിത്. അപ്പോൾ ഇത് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഒരു തരം ചെടിയാണെന്നറിയാമല്ലോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 25 രൂപയാണ്. അടുത്ത നമ്മുടെ ഈ ഒരു മണി പ്ലാന്റ് ആണ്. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ്. അടുത്ത ഈ ഫിലാഡൻഡ്രോൺ ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലകൾ കണ്ടോ, നല്ല ഭംഗിയുള്ള ലീഫുമാണ്. അതുപോലെ തന്നെ തണ്ടിൻ്റെ ഒരു ചുവന്ന കളറൊക്കെ ചേർന്ന് വരുന്ന ഒരു തരം ചെടി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 25 രൂപയാണ്. ഇനി നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡാണ് കണ്ടോ. ഇതിൻ്റെ റേറ്റ് 40 രൂപയാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഒരുപാട് പൂക്കളുണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു ചെടിയുടെ ഒരു പ്രത്യേകത. ഇനി ഞാൻ ഗിവ് അവേയുടെ കാര്യം കൂടെ പറഞ്ഞു വിടാം. അപ്പം ഗിവ് അവേയിൽ നമ്മൾ കുറച്ച് ക്ലൂ തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആൻസർ കമൻറ്റിലിടുക. ഞാൻ പറയാൻ പോകുന്ന അത് ഒരു വസ്തു ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാം, അതിനെപ്പറ്റി ഒരു സൂചന തരാം. ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തുവിനെ പോലും ഇത് അനുകരിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അടുത്ത നമ്മുടെ ഈ ചെടിയാണ് ഡെയ്സി ചെടി. അപ്പോൾ ഇതുപോലെ ഭംഗിയുള്ള പൂക്കളുണ്ടാകുന്ന ചെടിയാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത്. വൈറ്റ് കളറിൻ്റെയും ഉണ്ട്, അതുപോലെ തന്നെ പർപ്പിൾ കളറിൻ്റെയും റൂട്ടഡായ തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു തൈക്ക് നമ്മൾ 40 രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, അതായത് ഒരുപാട് പൂക്കളുണ്ടാവും, നിറച്ച് പൂക്കളുണ്ടാവും എന്നൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടോ, എന്ത് ഭംഗിയാണെന്ന് നോക്കുക. നമ്മുടെ മുറ്റത്ത് ഇങ്ങനൊരു ചെടി ഉണ്ടെങ്കിൽ തന്നെ എന്ത് മനോഹരമായിരിക്കും ആ ചെടിയും അതുപോലെ തന്നെ നമ്മുടെ മുറ്റമൊക്കെ കാണാനായിട്ട്. അപ്പോൾ കണ്ടോ, ആ പൂവിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ പ്രത്യേകതയൊക്കെ കണ്ടോ. അടുത്ത നമ്മുടെ ഈ ഒരു ബിഗോണിയാണ്. നല്ല ഭംഗിയുള്ള ബിഗോണിയാണ്. ആ ഇലകളുടെ ആ ഒരു ഭംഗി കണ്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 30 രൂപയാണ്. വലിയ ചെടിയാണ് കേട്ടോ തരുന്നത്. അടുത്ത നമ്മുടെ ഈ ഒരു ഇലച്ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് 20 രൂപയാണ്. നല്ല ഭംഗിയുള്ള ഇലകളാണ്, അതിനകത്ത് വെള്ളയും ഒക്കെ ഒരു ലൈറ്റ് പച്ച കളറും ഒക്കെ ചേർന്ന് വരുന്ന ഒരു തരം ഇലച്ചെടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ഈ ഒരു ബിഗോണിയാണ് കേട്ടോ. അപ്പം ഈ ബിഗോണിയയുടെ റേറ്റ് എന്ന് പറയുന്നത് 25 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സാണ്
ഈ ചെടിയൊക്കെ നമ്മൾ കട്ടിങ്സ് നട്ടാലും വേര് പിടിക്കുന്ന തരത്തിലുള്ള ഒരു ബിഗോണിയാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കട്ടിങ്സ് ഇട്ടത്. അടുത്ത നമ്മുടെ ഈ ഒരു വെൽവെറ്റ് പ്ലാന്റാണ്, കണ്ടോ. ഇതിൻ്റെ ഇലകളിൽ തൊടുമ്പം തന്നെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇലകൾക്ക് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ടഡായ ചെടിക്ക് 30 രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത്. ജിഫിയിലുള്ള ചെടിയാണ് കേട്ടോ. അടുത്തത് ഈ ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ്. നല്ല വലിപ്പമുള്ള കട്ടിങ്സാണ് നമ്മൾ എടുക്കുന്നത്. അടുത്തത് ഈ ചെടിയാണ്, കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ഉണ്ടാകും. അതുപോലെ തന്നെ ഇത് പടർന്ന് കിളിക്കുന്ന ഒരു ചെടിയാണെന്നറിയാമല്ലോ. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 45 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. നല്ല മഞ്ഞ കളറിലെ ഫ്ലവർ പിടിക്കുന്ന ഗോൾഡൻ ഗ്ലാസ്കോ ചെടി നല്ല ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ് കേട്ടോ. അടുത്ത നമ്മുടെ ഈ നാടൻ റോസാണ്. അപ്പോൾ ഇതിന് 2 കളറായിട്ട് വരും കേട്ടോ. ഒന്ന് നമ്മുടെ ഈ ഒരു കളറും അതുപോലെ തന്നെ വെള്ള കളറും ഒക്കെ ആയിട്ട് വരുന്ന ഒരു തരം റോസ്. നമ്മുടെ നാടൻ റോസ് വാങ്ങി നടുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നട്ട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ പോട്ടിംഗ് മിക്സറൊക്കെ ചേർത്താണല്ലോ നമ്മൾ നടുന്നത്. അപ്പോൾ അത് തന്നെ ഫ്ലവർ ഇട്ട് കൊണ്ടേയിരിക്കും. അല്ല ഫ്ലവർ വന്നില്ല, അത് നല്ലതായിട്ട് കെയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഇതുപോലുള്ള നാടൻ റോസ് വാങ്ങി നടുമ്പോൾ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. നാടൻ റോസാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 30 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെം അല്പം കനം കുറഞ്ഞതായിരിക്കും കേട്ടോ. പിന്നെ റൂട്ടഡായ ചെടിയാണ്. അടുത്തത് ഈ പ്ലാന്റാണ്, ചൈനീസ് പെർഫ്യൂം പ്ലാന്റ്. നല്ല ഭംഗിയുള്ള പൂക്കൾ നിറച്ച് പിടിക്കുന്ന ഒരുതരം ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 45 രൂപയാണ്. റൂട്ടഡായ ചെടിയാണ്, കണ്ടല്ലോ. അതിൻ്റെ ഫ്ലവറായി നിൽക്കുന്നത് മൊട്ടാണ് കേട്ടോ. ഫ്ലവറായി നിൽക്കുന്ന ചെടി ഇങ്ങനെ നിറച്ച് പൂക്കളായിട്ട് നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അടുത്തത് ഈ ചെടിയാണ് കേട്ടോ, നമ്മുടെ പനാമ റോസ്. നല്ല ഭംഗിയുള്ള പൂക്കൾ ഒരുപാട് പിടിക്കുന്ന ചെടിയാണ്. പൂക്കളെ സ്നേഹിക്കുന്നവർക്ക് ഈ ചെടി നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇതിൻ്റെ റേറ്റ് 45 രൂപയാണ്. റൂട്ടഡായ വലിയ പ്ലാന്റാണ് കേട്ടോ. നല്ലപോലെ ഫ്ലവർ ആവാൻ തുടങ്ങുന്ന ചെടികളാണ് നമ്മൾ തരുന്നത്. അടുത്ത നമ്മുടെ ഈ ചെടിയാണ്. അപ്പം ഇതിൻ്റെ ഒരു തൈക്ക് നമ്മൾ 20 രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. നമ്മൾ നട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തൈകളായിട്ട് പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു തരം ചെടിയാണല്ലോ നമ്മുടെ ഈ ഒരു ചെടി. അപ്പോഴേ ഇതിൽ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 20 രൂപ. കണ്ടല്ലോ അതിൻ്റെ ഫ്ലവർ നമ്മൾ അടുത്തൊന്ന് കാണിച്ചതാണ്. ഇനി നമുക്ക് ആ ഗിവയുടെ കാര്യം കൂടെ പറഞ്ഞു വിടാം. അപ്പോൾ അതിൻ്റെ അടുത്ത ക്ലൂ ആയിട്ട് നമ്മൾ പറയുന്നതാണ് കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നതിന് 1 ഗ്രാം പോലും ഭാരം ഉണ്ടാകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അതൊന്ന് തൂക്കി നോക്കാമെന്ന് വിചാരിച്ചാൽ ഒരു രീതിയിലും നടക്കത്തില്ല കേട്ടോ. ചിലപ്പോൾ അതിന് ഭാരം കാണത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ നമുക്ക് തോന്നുന്നത്. അടുത്ത നമ്മുടെ ഈ ഒരു ബാംബു ഓർക്കിഡാണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ പിടിക്കുന്ന ഈ ഒരു ഓർക്കിഡ്. അതിൻ്റെ റേറ്റ് 30 രൂപയാണ്. അപ്പോൾ കണ്ടല്ലോ, ഇതിൻ്റെ ഭംഗിയുള്ള പൂവാണ്. വലിയ പൂക്കളാണ് ഇതിൽ പിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ടഡായ ചെടിയാണ് നമ്മൾ തരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അടുത്ത നമ്മുടെ ഈ ചെടിയാണ്, നമ്മുടെ അഗ്ലോണിമ ചെടി. ഇതിൻ്റെ റേറ്റ് 50 രൂപയാണ്. നല്ല ഭംഗിയുള്ള ലീഫാണ് ഇതിൻ്റേത്. അപ്പോൾ ഇതൊരു തൈ നമ്മൾ വാങ്ങി നടുകയാണെങ്കിൽ ഒരുപാട് തൈകൾ പെട്ടെന്നുണ്ടാകും. ആ ചെടി പെട്ടെന്ന് തന്നെ ബുഷായി വരും കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടിയായിട്ട് മാറിയൊക്കെ ചെയ്യും. അടുത്തത് ഈ സിങ്കോണിയമാണ്. നല്ല ഭംഗിയുള്ള ലീഫുള്ള ഈ ചെടി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 30 രൂപയാണ്. ചെറിയ ലീഫാണ് ഇതിൻ്റെ കേട്ടോ, ചെറിയ ലീഫുള്ള ചെടിയാണ്. അടുത്തത് ഇതാണ്, കട്ടിങ്സാണ്. ഇതിന് 10 രൂപയാണ്. നല്ല ഭംഗിയുള്ള ചെടിയാണ്. അടുത്തത് ഈ ചെടിയാണ്, 4 മണി ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് 10 രൂപയാണ്. 2-3 കളറുണ്ട് കേട്ടോ. അപ്പം ഒരു കളർ താണ്ട് ഇതാണ്, പിന്നെ വയലറ്റ് കളറുണ്ട്, അതുപോലെ തന്നെ വെള്ള കളറും ഒക്കെയുള്ള ചെടി നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് ഉണ്ട്. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇതിനകത്ത് ഫ്ലവറൊക്കെ പിടിക്കും. നല്ല ഭംഗിയുള്ളൊരു വയലറ്റ് കളർ ഫ്ലവറാണ്. ഇതിൻ്റെ കട്ടിങ്സാണ്. ഇതിന് 10 രൂപയാണ്. അടുത്ത ഈ ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് 10 രൂപയാണ്. ഈ വെരിഗേറ്റഡ് ആയിട്ടുള്ള ചെടി, അതുപോലെ തന്നെ ഈ ചെടി. അപ്പോൾ ഇതിൻ്റെ റേറ്റും 10 രൂപയാണ്. കട്ടിങ്സാണ്, പെട്ടെന്ന് വേര് പിടിച്ചോളും കേട്ടോ. അടുത്ത നമ്മുടെ ഈ ഒരു ചെടിയാണ്. ഈ ഒരു ചോക്ലേറ്റ് കളറിലുള്ള
ഈ ചെടി. ഇതിൻ്റെ റേറ്റ് 30 രൂപയാണ് ഒരു തൈക്ക്. നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ. ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അടുത്ത ഈ സിങ്കോണിയമാണ്, ചോക്ലേറ്റ് സിങ്കോണിയം. ഇതിൻ്റെ റേറ്റ് 25 രൂപ. അടുത്ത നമ്മുടെ ഈ ഒരു ഡെംകെയിനാണ്. ഇതിൻ്റെ റേറ്റും 25 രൂപയാണ്. നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ. റൂട്ട് വന്ന ചെടിയാണ്. അടുത്തത് നമ്മുടെ കുളിസ് ചെടികളാണ്. അപ്പം ജിഫിയിൽ നട്ട് വേര് പിടിപ്പിച്ച നല്ല ചെടികളാണ് നമ്മൾ സെയിലിട്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ 35ഓളം വെറൈറ്റി ചെടികളുണ്ട്. അപ്പോൾ ഇതിന് കളർ സെലക്ഷൻ ഇല്ല കേട്ടോ. നമ്മൾ കളർ സെലക്ഷൻ ഇടുന്നില്ല. എന്നാലും നല്ല പ്ലാന്റ്സ് ആയിരിക്കും. പല പല കളറിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയക്കുന്നത്. 10 എണ്ണം എടുക്കാം, അതല്ല 20, 30 എത്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മൾ വ്യത്യസ്ത കളറായിരിക്കും ഉൾപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുളീസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കളർ സെലക്ഷൻ ഇല്ല എന്നുള്ളത് ഒന്നുകൂടി പറയുവാണേ. നമ്മൾ ഈ സെയിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗിവ് അവേയുടെ കാര്യം ആരും മറന്നു പോവല്ലേ. അപ്പോൾ ഇനി പറയുവാണേ, സ്വന്തമായിട്ട് ചലിക്കാനൊന്നും അതിന് കഴിയത്തില്ല കേട്ടോ. എന്നാൽ ഇതൊരു കുഴിയിലോ മറ്റോ വീണ് പോവുകയാണെങ്കിൽ ഒരു പരിക്കും പറ്റത്തില്ലെന്നുള്ളതാണ് ഒരു പ്രത്യേകത കേട്ടോ. അടുത്ത നമ്മുടെ ഈ ചെടിയാണ്, ചൈനീസ് ബോൾസിൻ ചെടികൾ. അപ്പോൾ ഇത് റൂട്ടഡായ ചെടികളാണ്, ജിഫിയിൽ നട്ട ചെടികളാണ്. അപ്പോൾ ഇതിൻ്റെ 10 കളറ് നിങ്ങൾക്ക് എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനും കളർ സെലക്ഷൻ ഇല്ല. നമ്മൾ വ്യത്യസ്ത കളറുകൾ ഉൾപ്പെടുത്തിയായിരിക്കും തരാൻ പോകുന്നത്. കുറേ അധികം ഫ്ലവറിൻ്റെ ചെടികൾ നമ്മുടെ കൈവശമുണ്ട്. അപ്പോൾ അത് പല പല കളറുകളാണ്, വ്യത്യസ്ത കളറുകളാണ്. അപ്പോൾ അത് ഉൾപ്പെടുത്തിയായിരിക്കും നിങ്ങൾക്ക് ചെടികൾ തരാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കൾ. പെട്ടെന്നൊന്നും ഈ പൂക്കൾ വാടി കൊഴിഞ്ഞു പോകത്തില്ലെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇത് നട്ട് വെക്കുകയാണെങ്കിൽ, ഒരു പോട്ടിലൊക്കെ നട്ട് വെക്കുകയാണെങ്കിൽ എന്നും പൂക്കൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഇതിന് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്നറിയാമല്ലോ. സാധാ മണ്ണിൽ, നമ്മുടെ മേൽമണ്ണിൽ നട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി. അല്ലാതെ ഇതിന് ഒരു ഫെർട്ടിലൈസറും ചെയ്യണ്ട. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം അത് നന്നായിട്ട് കൊടുക്കേണ്ടി വരും. കാരണം ഒരുപാട് വെയിലുള്ള ഏരിയയിൽ വെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ചെടി നട്ട് വളർത്തുന്നത് നമുക്ക് നമ്മുടെ മുറ്റത്ത് ഫ്ലവർ ഒരുപാട് ഉണ്ടാക്കാനൊക്കെ കഴിയുമെന്നുള്ളതാണ്. അടുത്തത് ഈ ഡാൻസിങ് ലേഡി ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് 80 രൂപയാണ്. നല്ല റൂട്ട് വന്ന ചെടിയാണ്. അടുത്ത നമ്മുടെ ഒരു സിങ്കോണിയമാണ്. അതുകൊണ്ട് ഒരു മഞ്ഞ കളറും ഒരു പച്ചയൊക്കെ ചേർന്ന് വരുന്ന ഒരു ഇലയിൽ തന്നെ 3 ലീഫായിട്ടൊക്കെ തോന്നിക്കുന്ന ഒരു തരം ചെടി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 25 രൂപയാണ്. നല്ല ഭംഗിയുള്ള ചെടിയാണ്. അല്പം വലിപ്പത്തിലാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത് കേട്ടോ. അപ്പം നല്ല ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് 25 രൂപയാണ്. അടുത്തത് ഈ ഒരു ലീഫി ചെടിയാണ്. അപ്പം ഇത് അല്പം പച്ചയും അതുപോലെ തന്നെ ഒരു മഞ്ഞയും കലർന്ന ഒരു തരം ചെടി. അതിൻ്റെ റേറ്റ് 25 രൂപ. അടുത്തത് ഒരു ലീഫി ചെടിയാണ്. കണ്ടോ, ഈ ചെടിയാണ്. ഇതിൻ്റെ കട്ടിങ്സാണ് 10 രൂപയാണ്. പെട്ടെന്ന് വേര് പിടിച്ചോളും. നമ്മൾ ഇളക്കമുള്ള മണ്ണിൽ വെറുതെ കുത്തിവെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 10 രൂപ. അടുത്തത് ഈ ഒരു അഗ്ലോണിമയാണ്. ഇതിൻ്റെ റേറ്റ് 50 രൂപയാണ്. നല്ല ഭംഗിയുള്ള ഒരു തരം അഗ്ലോണിമ. അടുത്ത നമ്മുടെ ഒരു സിങ്കോണിയമാണ്. കണ്ടല്ലോ, ഇതേ ലീഫുള്ള ഈ ചെടിക്ക് 20 രൂപയാണ് റേറ്റ്. അടുത്തത് ഈ ചെടിയാണ്. ഇതിന് 10 രൂപയാണ്. ഫിലാഡെൻഡ്രോൺ ചെടി സ്റ്റിക്കിലൊക്കെ പടത്തി വളർത്തിയെടുക്കാം. അടുത്തത് ഈ ഒരു ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് 20 രൂപയാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇല കാണാനായിട്ട്. അപ്പം നല്ല ഭംഗിയുള്ള ചെടിയാണെന്നറിയാമല്ലോ. അടുത്തത് നമ്മുടെ ഈ ഒരു ചെടിയാണ്. അതിൻ്റെ റേറ്റ് 30 രൂപയാണ്. മൾട്ടിപ്പെറ്റൽ ഫ്ലവർ പിടിക്കുന്ന ചെടിയാണ്. അടുത്ത ഈ ഒരു ഹാങ്ങിങ് ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 25 രൂപയാണ്. വലിപ്പമുള്ള കട്ടിങ്സ് ആയിരിക്കും നമ്മൾ തരുന്നത്. അടുത്തത് ഈ ഒരു ചെടിയാണ്. അതിൻ്റെ റേറ്റ് 25 രൂപയാണ്. നല്ല ഭംഗിയുള്ള ലീഫ്. അതുപോലെ തന്നെ ഇതിന് ഫ്ലവർ ഉണ്ടാവും. നല്ല വെള്ള കളറിലുള്ള ഭംഗിയുള്ള ഫ്ലവറാണ്. നമ്മൾ ഇതുപോലെ പോട്ടിലൊക്കെ നട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും നോക്കിയേ ആ പൂക്കളൊക്കെ കാണാനായിട്ട്. അടുത്തത് ഈ ഫ്ലവറിങ് ചെടിയാണ് കേട്ടോ. കട്ടിങ്സ് ആണേ, പക്ഷേ ഇത് നിറച്ച് പൂക്കൾ പിടിക്കും. പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു തരം ചെടിയാണ്. കട്ടിങ്സിൻ്റെ ഭാഗത്തെല്ലാം റൂട്ട് പെട്ടെന്ന് വരുന്ന രീതിയിലുള്ള ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് 20 രൂപയാണ്. അപ്പോൾ ഇത് വാങ്ങി നട്ടവർക്കെല്ലാം പെട്ടെന്ന് ഫ്ലവർ പിടിച്ച് കിട്ടുന്നുണ്ട്. അടുത്ത ഈ ചെമ്പരത്തിയാണ് കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സാണ് 10 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ കണ്ടോ, വിരിയത്തില്ല. ഒരുമാതിരി മുട്ട് പോലെ നിൽക്കുന്ന ഒരു തരം ചെമ്പരത്തി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 10 രൂപ.
പിന്നെ ഗിവ് അവേയുടെ കാര്യം ആരും മറന്നു പോകല്ലേ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വെക്കുക കേട്ടോ. അതായത് വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നിലനിന്ന് പോകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കണേ. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആൻസർ രേഖപ്പെടുത്തുക. ഒരുപാട് പേര് ആൻസർ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ നറുക്കെടുപ്പിലൂടെയാണ് വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. വിന്നർക്ക് ലഭിക്കുന്നത് പ്ലാൻസ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇനി ഗിവ് അവേയുടെ ഡേറ്റ് എടുക്കാം. 6/1/2026 മുതൽ 15/1/2026 വരെയാണ് നമ്മൾ ഡേറ്റ് എടുക്കുന്നത്. 16/1/2026 നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ പ്ലാന്റ്സിൻ്റെ ഫോട്ടോസ് ഇട്ട് തരാം, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് തന്നാലും മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ മിന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ ഗിവ് അവേകൾ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പം ഇനി അടുത്ത സെയിൽ വീഡിയോയിൽ കാണാം. താങ്ക് യു.